ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശബരി സ്വപ്നം കണ്ടതിനെ തുടർന്ന് ശബരി താഴോട്ട് ഇറങ്ങി ചെല്ലാനിട്ട് തൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ഉറക്കം ശരിയാവുമെന്ന് കരുതിയാണ് ശബരി പോകുന്നത്. അങ്ങനെ ശബരി തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലാണ്. അനിതയുടെ റൂമിൽ കതക് തട്ടാണ് കേട്ടോ. പക്ഷേ ആ ശബ്ദം കേട്ട് ധനൻ എണീക്കാണ്. കാരണം ധനൻ്റെ കണ്ണ് അനിതയുടെ അടുത്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ധനൻ ഈ ഒരു വാതിൽ തുറന്നു നോക്കുകയാണ്. എന്തിനാണ് അനിത വാതിൽ തുറക്കുന്നതെന്ന് ആലോചിച്ച് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ശബരി ഈ അനിതയോടുമായി സംസാരിക്കുന്ന കേട്ടോ. അങ്ങനെ തന്നെ ഒളിച്ചും പാത്തും സംസാരിക്കുകയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് വാസന്തി അറിയാണ്. ഏഴോട്ടാണ് ഈ മനുഷ്യൻ ഈ അർദ്ധരാത്രി എണീറ്റ് പോയിരിക്കുന്നത് എന്ന ഒരു ചിന്ത ഇങ്ങനെ വാസന്തിയുടെ ഉള്ളിൽ കയറുന്നുണ്ട്. അങ്ങനെ വാസന്തി ആ രാത്രിയിൽ തന്നെ ഇറങ്ങി വരികയാണ്. അപ്പോഴാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ ശബരി അനിതയെ വിളിച്ചിട്ട് അനിതേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് തരുമോ, എന്തോ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ട്, കുഞ്ഞിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അവനെ നെഞ്ചത്തിട്ട് ഉറക്കിയിരുന്നെങ്കിൽ എൻ്റെ ഈ സ്വപ്നം എനിക്ക് മനസ്സിനൊരു സമാധാനം തന്നേനെ എന്ന് പറയുമ്പോൾ ശബരിയോട് അനിത പറയണം, അയ്യോ പാവം മോന് നല്ല ഉറക്കമാണ്, അവനിപ്പോൾ ഉണർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഉറക്കത്തിൽ നിന്ന് പിന്നീട് നിർത്താതെ കരയും, അതുകൊണ്ട് ശബരി ബുദ്ധിമുട്ടാണ്, അതൊന്നും ഇല്ല ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം, ചേച്ചി ഒന്ന് എടുത്തു തരുമോ എന്ന് പറയുമ്പോൾ ഇല്ല നീ തന്നെ വന്ന് എടുത്തേക്കെന്ന് പറയണ്ട. അപ്പോഴേക്കും വാസന്തി എന്താ മനുഷ്യ നിങ്ങൾ ഈ ഹോളിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതെ നിൽക്കുക, അങ്ങോട്ട് നോക്ക്, ശബരി അനിതയുടെ റൂമിൽ എന്ന് പറയട്ടോ. ഇതേ സമയം നിങ്ങളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വാസന്തി. എന്നാൽ ഈ സമയം പുറത്ത് അവരങ്ങ് പോയപ്പോൾ ശബരി പറയണം, വേണ്ട മോൻ്റെ ഉറക്കം കണ്ട അതിനെ ഉണർത്താൻ കഴിയുന്നില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശബരി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വാസന്തി പറയണേ നിങ്ങളെങ്ങനെ ഇപ്പോൾ അവരുടെ റൂമിൽ അനിതയുടെ റൂമിൽ ശബരി ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങളെന്താ രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുകയാണോ? അത് കേട്ടോടെ തന്നെ ഉറക്കമില്ലാഞ്ഞിട്ടല്ല, ആരോ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കേട്ടു, ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്, അപ്പം ഞാൻ കേട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ മാത്രമേ കേട്ടത്. അല്ല, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ശബരിയുടെ അനിതയുടെ ഈ പ്രവൃത്തിയൊന്നും ശരിയല്ല. ഏത് പ്രവൃത്തി? എൻ്റെ അനിയൻ അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ടതല്ല, എൻ്റെ അനിയൻ ഒരിക്കലും അങ്ങനെ പോവില്ല, അത് ശരിയായിരിക്കാൻ നീ പറയുന്നത്, നിൻ്റെ അനിയന് ശബരി അങ്ങനെയുള്ളവനൊന്നല്ല. പക്ഷെ അനിതയെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ. അനിത ശബരിയെ വീട്ടിൽ റൂമിലോട്ട് വിളിച്ച് കയറ്റിയെങ്കിലോ നിങ്ങളെ കയറി വല്ലാതെ അങ്ങ് കാട് കയറണ്ട, ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട, എന്നാൽ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്കും, ഇനി മേലല്ല ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ശരിക്കും നിങ്ങളറിയോ, അതുകൊണ്ട് ഉറങ്ങാൻ നോക്കി, ഇതിനൊരു തീർപ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. ആഹാ, ഇപ്പോൾ വാദി പ്രതിയായോ? പ്രതി തന്നെ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉറക്കം ഒഴിച്ച് ആരും കാണാത്ത സമയത്ത് അനിതയുടെ റൂമിലോട്ട് നിങ്ങളെന്തിനാ നോക്കിയിരിക്കുന്നത് എന്ന് വാസന്തി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധനനങ്ങ് ഉറങ്ങുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ സുശീലയെയും ഭാനുമയാണ് കാണിക്കുന്നത്. അപ്പോൾ ഭാനുമയും അനുപമയാണ് ഇട്ട കാണിക്കുന്നത്. അപ്പോൾ അനുപമ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാനുമ ചോദിക്കുകയാണ്, ഇന്ന് ഇന്ദ്ര എത്തല്ലേ മോളെ, നിനക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ ഉടൻ തന്നെ അനുപമ പറയണേ, ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, എനിക്കതിൻ്റെ ടെൻഷനൊന്നുമില്ല, കാരണം വരാനുള്ളത് എന്തായാലും വരും, അതിന് മുന്നേ കുറേ ടെൻഷൻ അടിച്ച് മനുഷ്യൻ്റെ മനസ്സമാധാനം കളയേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ, നിൻ്റെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല, ഇന്ദ്രൻ എന്ന് പറയുന്നവ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ തന്നെ അനുഭവം പറയണേ, എനിക്ക് ഉറപ്പാണ് ഇന്ദ്രേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവാതിരിക്കില്ല, അമ്മയുടെ വാക്കുകൾ അങ്ങനെയാണ്. എന്തായാലും ഇന്ദ്രേട്ടൻ എന്ത് തീരുമാനം എടുത്താലും അത് ഞാൻ അങ്ങ് അംഗീകരിക്കും, കാരണം ആദ്യത്തെ ഇന്ദ്രേട്ടനല്ല, അതുകൊണ്ട് ഇന്ദ്രേട്ടൻ തെറ്റും ശരിയും വേർതിരിച്ച് എടുക്കാനുള്ള ആ ഒരു കഴിവ് ഇന്ദ്രേട്ടനിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഉമ്മറത്ത് വണ്ടി വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഭാനുമ പറയണം, മോളെ ഇന്ദ്രൻ വന്നു എന്ന് പറയണം. പക്ഷേ ആ ഒരു കാഴ്ച കാണുമ്പോൾ അനുപമയുടെ ഉള്ളിൽ ഒരു ആന്തൽ വരെയാണ് കേട്ടോ, ഒരു പേടി. അനുപമയുടെ ഉള്ളിൽ ഒരു വയറ് കളിച്ച പോലെ അനുപമക്ക് തോന്നണേട്ടാ. അങ്ങനെ അനുപമ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഇന്ദ്രൻ ഡോറ് തുറന്ന് നല്ല പുഞ്ചിരിയോടുകൂടി ഒരുപാട് സാധനങ്ങളുമായി ഇന്ദ്രൻ കടന്നു വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ അനുപമയുടെ അടുത്തോട്ട് വന്നിട്ട്, ഭാനുമേ, ആഹാ ഭാനുമ ഇവിടെ ഉണ്ടല്ലേ, എന്നാലും അമ്മ പോയപ്പോൾ ഭാനുമയായിരുന്നു എൻ്റെ അനുവിന് കൂട്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയണ്ട. അപ്പോഴേക്കും മുച്ചുട്ടാ നീ ഇങ്ങ് വാടാ, അച്ഛൻ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനുപമ ചോദിക്കുക, എന്താ മധുരയിൽ വെറുതെ കൊടുക്കുന്നുണ്ടോ, എന്താടി നീ എന്നെ കളിയാക്കിയതാണ്, അങ്ങനെ വലിയ പിഷ്കനൊന്നും ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരാളാണ്. അത് കേൾക്കുന്ന അനുഭവം പറയാം, എൻ്റെ ഇന്ദ്രേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ എനിക്കറിയാം ഇന്ദ്രേട്ടൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണെന്ന്, പക്ഷേ ഞാൻ ചോദിച്ചത് വില കുറവുണ്ടോ എന്ന അർത്ഥത്തിൽ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടെ. എന്നിട്ട് അനുപമക്ക് സാധനങ്ങൾ കൊടുക്കണം, ഇതാ നിനക്കൊരു സാരിയും മോനക്കൊരു കൂട്ട ഡ്രസ്സും വെച്ചിട്ടുള്ള ടോയ്സും ചോക്ലേറ്റുമാണിത്, ബാക്കി ഭാനുമ്മക്ക് ഇതാ അടിപൊളി സെറ്റും ഉണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുപമ പറയണേ, എൻ്റെ മോനെ നിനക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, എൻ്റെ ഭാനുമ്മേ നിങ്ങൾ ഈ സാധനം തരുമ്പോൾ മാത്രമേ എന്നോട് സ്നേഹമുണ്ടെന്ന് പറയണ്ട, എപ്പോഴും എൻ്റെ ഭാനുമ്മയോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയണ്ട.
അങ്ങനെ ഇന്ദ്രൻ പറയണേ, എന്നാൽ ശരി, ഞാൻ അമ്മയെ ചെന്ന് കാണട്ടെ, അമ്മയെ കണ്ടിട്ട് വരാം. അത് കേൾക്കുന്ന അനുഭവം പേടിച്ചു കൂട്ടാ. അപ്പോഴേക്കും അനുഭവം പറയണേ, ഇന്ദ്രൻ എന്തിനാ ഇപ്പോൾ പോകുന്നു, കുറച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും അനുഭവം പറയണേ, ഇന്ദ്രട്ട വാ അകത്ത് പോയി ചായ കുടിച്ചിട്ടൊക്കെ പോയാൽ പോരെ അമ്മയുടെ അടുത്തോട്ട്. അതൊന്നും ശരിയാവില്ല, എനിക്ക് അമ്മയെ കാണണം. കാര്യം അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഞാൻ മധുരയിൽ പോയതാണെങ്കിലും അമ്മയോട് പറയാതെ പോയതിൻ്റെ ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സ് കിടന്ന് നീറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പോകണമെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന പാനം പറയണേ, എന്താ മോനെ, ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടല്ലേ പിന്നെ പോവേണ്ടത്, അമ്മയെ എന്തായാലും കാണാമല്ലോ, അതെന്താ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, അതിനെ ആര് യാത്ര കഴിഞ്ഞു എന്നാണ് പറയുന്നത്, എൻ്റെ വണ്ടി അത് അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ അമ്മയും കണ്ട് വന്ന് ഈ വീട്ടിൽ പിന്നീട് ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് അതാണ് എൻ്റെ മധുര യാത്രയുടെ അവസാനം. അതുകൊണ്ട് എൻ്റെ അനുപമേ, ഞാൻ അമ്മയെ കണ്ടുവരുമ്പോഴേക്കും നീ എനിക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം റെഡിയാക്കി വെക്കും കേട്ടോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ബാനമ്മ പറയാം ഞാനും ഉണ്ടെന്ന് പറയണേ. അതെന്താ ബാനമ്മേ, ഞാൻ വന്നപ്പോഴേക്കും ബാനമ്മ എൻ്റെ ബാനമ്മയെ ഒഴിവാക്കി പോവാടാ. അങ്ങനെയല്ല, നിങ്ങൾ സ്വസ്ഥമായിരിക്കുക, കുറച്ചൊന്ന് ഞാനും വരട്ടെ സുശീലയുടെ അടുത്തോട്ട് എന്ന് പറയട്ടെ. ഇതേ സമയം അങ്ങ് വെച്ചിട്ടാ ഞാൻ പോട്ടെ, അച്ഛൻ്റെ കൂടെ വരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അനുപമ, അത് വേണ്ട ഇന്ദ്രേട്ട, അച്ഛൻ്റെ കൂടെ പോകണ്ട, കാരണം കുഞ്ഞിന് ഞാനൊന്നും കൊടുത്തിട്ടില്ല, ഇന്ദ്രേട്ടൻ വന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്താൻ നോക്കും. പക്ഷേ ഇന്ദ്രൻ നിൽക്കില്ല. ഇന്ദ്രൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഓടുകയാണിട്ടാ. അപ്പോൾ വിച്ചിട്ടനോട് പറയണേ, എന്നാൽ നീ ചോക്ലേറ്റ് കഴിച്ചിവിടെ ഇരിക്കും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ ബാനമ്മയും കൂട്ടി ഇറങ്ങുമ്പോൾ ബാനമ്മ മോളെയും ഞാനും എൻ്റെ കൂടെ പോട്ടെ, എന്താണ് അവിടെ നടക്കുന്നത് പറയാൻ കഴിയില്ല, എന്തായാലും എനിക്ക് ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ ഇടപെട്ടിളക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ബാനമ്മ പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശ്യാമിനെയും സത്യനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യൻ ഇങ്ങനെ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്, കമ്പനിയിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ പ്രതിഭ വരുന്നുണ്ട്. അപ്പോൾ പ്രതിഭയോട് ചോദിക്കുന്നുണ്ട് സോന എവിടെയെന്ന് സത്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. സോന അകത്തുണ്ടെന്ന് ശ്യാമാണ് മറുപടി പറയുന്നത്. കാരണം ഇന്ദ്രേട്ടൻ വരുന്നതിന് മുന്നേ കുറച്ച് തയ്യാറെടുപ്പുകളെല്ലാം നടത്തണമല്ലോ, അതുകൊണ്ട് സോന അകത്തുണ്ടെന്ന് പറയാം കേട്ടോ. കുഞ്ഞിന് പാല് കൊടുക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ പ്രതിഭ പറയാണ്, സത്യേട്ടൻ പോകണ്ട, ഇന്ദ്രേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പോകണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ടോണ്ട് തന്നെ സത്യം പറയാണ്, ഇന്ദ്രേട്ടൻ എപ്പോഴൊന്നും വരുന്നുണ്ടാവില്ല, അവിടെ ചേച്ചിയുടെ അടുത്തോട്ട് പോയി ഊണൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴാണ് തൻ്റെ വീട്ടുമുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്നത്. ഇവരാകെ അന്താളിച്ച് പോവാണ് ഇന്ദ്രനെ ആ സമയം തന്നെ കാണുമ്പോൾ. അങ്ങനെ ഭാനുമതിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ സത്യ, നീ കടയിലോട്ട് പോകാൻ ഒരുങ്ങണം. അതേ ഇന്ദ്രേട്ടാ, ഞാൻ പോകാൻ ഒരുങ്ങായിരുന്നു. എന്തായാലും എന്തൊക്കെയുണ്ട് വിശേഷം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ അമ്മ ഉള്ളിലുണ്ടേന്ന് പറയട്ടെ. എന്നാൽ നീ എന്നെ കൊണ്ടുവിടുമല്ലോ, ഇവിടെ വണ്ടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വണ്ടിക്കാരനെ വിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വിട്ടോളൂ എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഇന്ദ്ര പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്കാരൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ വനമ്മയോട് ചോദിക്കുകയാണ്, വനമ്മ സത്യങ്ങളെല്ലാം അറിയോ, അനുചേച്ചി എല്ലാം പറഞ്ഞു കൊടുത്തോ. അതിനുള്ളൊരു സമയം കിട്ടിയില്ല, വന്നപാടെ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ കാറിലിരുന്ന് പറഞ്ഞോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുക. അതും കിട്ടിയില്ല മോനെ. അപ്പോഴേക്കും അവന് മധുരയിൽ നിന്നൊരു കോളും വന്നു, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയാനേട്ടാ. എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം പ്രതിഭ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പൈസയ്ക്ക് കൊടുത്ത് ഇന്ദ്രൻ വരികയാണ്. ഇതാ മധുരയിൽ നിന്ന് നിനക്കും സോനക്കും ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ട്, ഇതാ രണ്ടുപേരും വെച്ചോളൂ, സോനക്ക് കൊടുക്കൂ എന്നൊക്കെ പറയാം. എന്നിട്ട് ശ്യാമിനോട് സത്യനോടും പറയാം, നമ്മുടെ ആണുങ്ങൾക്കൊന്നും അത് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും എല്ലാ ഡ്രസ്സും എല്ലായിടത്തും കിട്ടുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയണ്ട. പിന്നീട് അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഇന്ദ്ര. അപ്പോൾ ഉടൻ തന്നെ അകത്തുണ്ടെന്ന് പറയണം. അപ്പോൾ ഷ്യാമ് വേഗം, ഇന്ദ്രേട്ടാ എന്താ മധുരയിൽ പോയ വിശേഷങ്ങളൊന്നും പറയാത്തത്, മധുരയിൽ എന്ത് അടിച്ചു പൊളിച്ചില്ലേ 3 ദിവസം, അവരെ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ കരുതിയിട്ട് അവരെ എനിക്ക് അവിടെ പ്രത്യേക സ്വീകരണവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അത് ചെയ്യായിരുന്നു, ഭാര്യയെ കൊണ്ടുപോയിരുന്നു, അതായിരുന്നു നല്ലത് എന്ന് ഷ്യാമ് തിരിച്ചു പറയണം കേട്ടോ. ചേച്ചിയും കൊണ്ടുപോകായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണേ. എങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാ നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇന്ദ്രേട്ടെ അമ്മയെ ചെന്ന് പറയുമ്പോഴാണ് മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അമ്മ പൂജാമുറിയിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പൂജാമുറി തന്നെയാണ് തോന്നുന്നതെന്ന് പറയണ്ട. അങ്ങനെ സുശീല മകൻ വന്നതറിഞ്ഞ് പ്രതിഷേധം പൂജാമുറിയിൽ കിടന്ന് കാട്ടിക്കൂട്ടുകയാണ്. അപ്പോഴേക്കും ഇന്ദ്രനാണെങ്കിൽ തൻ്റെ അമ്മയെ എത്തി നോക്കുമ്പോൾ തൻ്റെ അമ്മ ഇങ്ങനെ ഈ ഒരു പൂജാമുറിയിൽ കിടന്ന് ഇങ്ങനെ മണിമുഴക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് പോകുന്നത്. പക്ഷേ സത്യനും ശ്യാമും ഈ പറയുന്ന സത്യനും ശ്യാമും വനമയും കൂടി പറയണം, ഈശ്വര ഇനി എന്താണ് വരാനിരിക്കുന്നതെന്നും അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ, അവന് നല്ല ബുദ്ധി തോന്നിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട്. പഴയ ഇന്ദ്രേട്ടനല്ല, ഇന്ദ്രേട്ടൻ അതങ്ങനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞു പൊടിപ്പിക്കുന്നത്. സുശീലാൻ്റി പറയുന്ന വാക്കുകൾ കേട്ട് ഇന്ദ്രേട്ടൻ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല, അവരുടെ വായിൽ നിന്ന് ഇനി എന്തൊക്കെ പോകുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യനും പേടിയുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നീട് പ്രതിഭ അകത്തോട്ട് കയറി ചെന്നിട്ട് സോനയെ വിളിക്കുകയാണ്. അപ്പോൾ സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ ഓടി ചെല്ലുമ്പോൾ തൻ്റെ അമ്മ അങ്ങനെ പൂജാമുറിയിൽ പൂജ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ഇന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് തൻ്റെ അമ്മയെ കാണുമ്പോൾ. അങ്ങനെ തൻ്റെ അമ്മക്ക് കൊടുക്കാനുള്ള ആ ഗിഫ്റ്റിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുശീല ആണെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ സോനയും പ്രതിഭയും പേടിച്ച് വിറച്ച് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ നാളത്തെ എപ്പിസോഡ് എത്തും. എന്തായാലും സുശീലയുടെ എരിവിടി കയറ്റിയുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാലാവും സുശീല മനസ്സിലാക്കുന്നത് തൻ്റെ മകൻ തൻ്റെ കബളിപ്പിക്കുകയായിരുന്നു. തനിക്ക് നല്ല അടിയാണ്, അവന് തിരിച്ചടിയാണ് അവനിൽ നിന്ന് കിട്ടിയത്, തനിക്കിപ്പോൾ തകർച്ചയാണെന്നുള്ള സത്യം സുശീല മനസ്സിലാക്കുന്നതായിട്ടോ. അപ്പോൾ ആ എപ്പിസോഡിനായി നമുക്ക് എല്ലാവർക്കും കാത്തു നിൽക്കാം. എന്തായാലും അനുപമയെ കൂടെ തന്നെ ഇന്ദ്രൻ കൂട്ടും. ഈ ഒരു അടി ഹർഷയെ പിടിച്ച് കയറ്റിയത് കൊണ്ട് കിട്ടിയതാണ് എന്നുള്ള ആ വാക്ക് അമ്മയോട് മകൻ പറയുമ്പോൾ അമ്മ ആകെ തകർന്നു പോകുന്ന ആ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.